പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധവും അതിശ്രേഷ്ഠവുമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ അതിൻ്റെ അവകാശികളാണ് നാം. ദൈവം നമ്മോട് എന്താണ് ആവശ്യപ്പെടുന്നത്? ദൈവം ആവശ്യപ്പെടുന്നത് എന്താണ്? കുരിശോളം സ്നേഹം, കുരിശോളം ക്ഷമ. ഈ കുരിശ് വരെയുള്ള ക്ഷമ നമ്മളെ കൊണ്ട് നടക്കുമോ? സഹനങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വീണു പൊത്തില്ലേ? നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് പറയുന്നു എങ്കിലും നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വീഴാനും കാരണം അതാണ്. പക്ഷെ വീണു പോവും. മനുഷ്യരാണ്. മാനുഷിക പരിഗണനയിൽ നമ്മൾ ശരിക്കും മാനുഷ്യമായി പറഞ്ഞാൽ നമ്മൾ വീഴുന്നിടത്തുനിന്ന് പക്ഷേ എഴുന്നേൽക്കുന്നതാണ് ഉചിതം. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തണം. എസെക്കിയാ രാജാവ് ഭിത്തിയോട് മുഖം ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ എസെക്കിയാ രാജാവിന് 15 വർഷം കൂടി ആയുസ് നീട്ടിക്കൊടുത്തു. 1 2 അല്ല, 15 വർഷം. ഈ 15 വർഷം കൂടി ആയുസ് നീട്ടിക്കൊടുത്തപ്പോൾ അവനെന്താ ചെയ്തത്? കർത്താവിനെ മഹത്വപ്പെടുത്തി. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവമക്കളായി ജീവിക്കുവാൻ, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ, ദൈവത്തിൻ്റെ പരിശുദ്ധിയിലും വിശുദ്ധിയിലും നിറയുവാൻ ദൈവം നമ്മളെ എല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കുന്നു, എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും എനിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അവർണ്ണീയമായ സ്നേഹത്തെ നമുക്ക് ഓർമ്മിച്ച് ആ ദൈവസ്നേഹത്തിൽ ഒന്നായിരിക്കാം. ദൈവത്തെ മുറുകെ പിടിക്കാം. ദൈവത്തിൻ്റെ കരുണയെ നമുക്ക് വിശ്വസ്തയോട് ഓർക്കാം. ദൈവം നമ്മോട് ചെയ്യുന്ന കാരുണ്യവും വിശ്വസ്തതയും സ്നേഹവും നമുക്ക് തരുന്ന സമാധാനവും സന്തോഷവും എല്ലാം നമുക്ക് ഓർക്കാം. കാരണം ദൈവം നമുക്ക് സമാധാനവും സന്തോഷവും തന്നില്ലെങ്കിൽ ഈ ലോകം നമുക്കൊരു സമാധാനവും സന്തോഷവും തരത്തില്ല. പ്രിയപ്പെട്ടവരെ, അത് എനിക്ക് നന്നായി അറിയാം. ആരെല്ലാം നമുക്കുണ്ടെന്ന് പറഞ്ഞാലും ദൈവം നമുക്കില്ലെങ്കിൽ ഒന്നുമില്ല. ആരാണ് നമുക്ക് വേണ്ടത്? നമുക്ക് വേണ്ടത് ദൈവത്തെയാണ്. പ്രിയപ്പെട്ടവരെ, ഉറ്റവരും ഉടയവരും എല്ലാം അകന്നു പോകും. ബന്ധുമിത്രാദികളും സ്നേഹിതരും എല്ലാം നമ്മളിൽ നിന്ന് അകലും. പക്ഷേ അകലാത്തവൻ ഒരുവനേ ഉള്ളൂ, ദൈവം, കർത്താവായ യേശുക്രിസ്തു. അവനെ മുറുകെ പിടിക്കണം. അവൻ്റെ കരങ്ങളിൽ മുറുകെ പിടിക്കണം. അയഞ്ഞു പോകരുത്. നമ്മൾ ഏത് അവസ്ഥയിലായാലും യേശുവിനെ മുറുകെ പിടിക്കണം. ഞാൻ പഠിച്ചിട്ടുള്ള പഠനം അതാണ്. ഞാൻ അനുഭവിക്കുന്നതും ഞാൻ സ്നേഹിക്കുന്നതും എന്നെ സ്നേഹിക്കുന്നതുമായ എൻ്റെ സ്വർഗീയ പിതാവിനെ ഞാൻ മുറുകെ പിടിക്കുന്നതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ ജീവിക്കുന്നത്. ഇന്ന് ഞാൻ നടക്കുന്നതെങ്കിൽ എൻ്റെ കാലുകളല്ല, എൻ്റെ കർത്താവിൻ്റെ കാലുകളാണ് ഞാൻ നടക്കാൻ കാരണം. ഇന്ന് ഞാൻ സംസാരിക്കുന്നുവെങ്കിൽ ഞാനല്ല, എൻ്റെ ദൈവമാണ് എന്നോടൊപ്പം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ ജോലിക്ക് പോകാനായി ബസ് കാത്തിവിടെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ വരാനുള്ള സുഹൃത്തുക്കളൊക്കെ വരും. അവർ വരുന്നതിന് മുമ്പ് ഒരു കർത്താവിൻ്റെ ഒരു കരുണയുടെ സ്നേഹത്തെ ഓർത്തൊന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാം ഓർത്തൊന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെയാണ് ഞാനിത് ഓണാക്കിയത്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കുന്നു. എല്ലാവരെയും കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കണമേ. എല്ലാവരെയും സ്നേഹം കൊണ്ട് മൂടണമേ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാം എല്ലാ വേദനകളിൽ നിന്നും, കടഭാരത്തിൽ നിന്നും, ദുഃഖത്തിൽ നിന്നും, പ്രയാസത്തിൽ നിന്നും, കഷ്ടതയിൽ നിന്നും, രോഗത്തിൽ നിന്നെല്ലാം കർത്താവെ അങ്ങ് മോചിപ്പിക്കണമേ. അങ്ങയുടെ പരിശുദ്ധ കരം അവരുടെ മേൽ നീട്ടി അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം എന്നെ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണേ കർത്താവെ. ഞങ്ങളെല്ലാവരും അങ്ങയുടെ മക്കളായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും കൊണ്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.